ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ഏഗൺ ലേണിംഗ് ആപ്പ്. അപ്പോൾ നിങ്ങളുടെ 9ാം ക്ലാസ്സിന്റെ സോഷ്യൽ സയൻസിന്റെ എക്സാമിങ് എത്തി അല്ലേ? കുറേ കാര്യങ്ങളുമായിട്ട് നമ്മളെ മാരത്തോൺ ലൈവുകളുണ്ട്. ഞാനും ഫസൽ സാർ, അച്ഛൽ സാർ ഒക്കെ ഉണ്ടാവും. സോ എല്ലാ മക്കളും മാരത്തോൺ ലൈവുകളിൽ അടിപൊളിയായിട്ട് പഠിക്കുക. ഇത് നമുക്ക് ഇന്ത്യൻ ഭരണഘടനയിലെ അധികാര വിന്യാസം എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സുപ്രീം കോടതിയുടെ അധികാരം എന്താണെന്നുള്ളത് അല്ലേ? സുപ്രീം കോടതി എന്താണ് സുപ്രീം കോടതിയുടെ അധികാരം എന്നൊക്കെ ചോദിക്കും. അപ്പൊ 5 കാര്യങ്ങളാണ് നിങ്ങൾ പറയേണ്ടത്. ഒറിജിനൽ ജുറിസ്ഡിക്ഷൻ അല്ലെങ്കിൽ എന്താ ഉത്ഭവാധികാരം, പിന്നെ അപ്പീൽ പരിഗണിക്കാനുള്ള അധികാരമുണ്ട്. ഇന്ത്യയിൽ ഏറ്റവും ലാർജസ്റ്റ് അപ്പലേറ്റ് കോർട്ടാണ് സുപ്രീം കോടതി എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം അല്ലെ? ഏറ്റവും അവസാനത്തെ അപ്പീൽ കോടതിയാണ് സുപ്രീം കോടതി. പിന്നെന്താ ഉപദേശക അധികാരമുണ്ട് അല്ലെ? അതിനെന്താ നമ്മൾ പറയാ? അഡ്വൈസറി ജുറിസ്ഡിക്ഷൻ എന്ന് പറയും. അതായത് പ്രസിഡന്റിന് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസിനോട് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഡൗട്ട് ക്ലിയർ ചെയ്ത് കൊടുക്കണം. ഓക്കെ. പിന്നെ റിട്ട് ജുറിസ്ഡിക്ഷൻ ഉണ്ട്, ജുഡീഷ്യൽ റിവ്യൂ ഉണ്ട്, അതായത് റിട്ട് അധികാരമുണ്ട്, പുനരവലോകന അധികാരമുണ്ട്. നമ്മൾ 5 കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. ഓക്കെ. സോ ഈ 5 കാര്യങ്ങളിലേക്ക് നമുക്ക് പോവാം. ഒന്നാമത്തെ ഒറിജിനൽ ജുറിസ്ഡിക്ഷൻ അല്ലെങ്കിൽ ഉത്ഭവാധികാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുപ്രീം കോടതിക്ക് മാത്രം ഇടപെടാൻ പറ്റുന്ന കുറേ മേഖലകളുണ്ട്. ഉദാഹരണമായിട്ട് കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ട്, എന്തെങ്കിലും ഡിസ്പ്യൂട്ട് ഉണ്ടെങ്കിൽ, 2 സംസ്ഥാനങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ട്, 2 സംസ്ഥാനവും കേന്ദ്രവും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ട്, ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ വയലേഷനുമായിട്ട് ബന്ധപ്പെട്ട കേസുകൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇതിൽ വരുന്നത്. സോ സെൻട്രൽ സ്റ്റേറ്റ് ഡിസ്പ്യൂട്ട്സ് എന്ന് എഴുതിയാൽ മതി. ഓക്കെ. ഒറിജിനൽ ജുറിസ്ഡിക്ഷൻ അല്ലെങ്കിൽ ഉത്ഭവാധികാരം എന്നാണ് നമ്മൾ ഇതിനെ പറയുക. ഓക്കെ. രണ്ടാമത്തത് അപ്പീൽ പരിഗണിക്കാനുള്ള അധികാരമുണ്ട് കേട്ടോ. അതായത് അപ്പലേറ്റ് ജുറിസ്ഡിക്ഷൻ എന്ന് പറയും. ഇന്ത്യയിലെ ഏറ്റവും എന്താ പറയുക അവസാനത്തെ അപ്പീൽ കോടതി അല്ലെങ്കിൽ എന്താ അതിന് മുകളിൽ ഒരു അപ്പീൽ കോടതി ഇന്ത്യയിൽ ഇല്ല. സാധാരണയായിട്ട് ഹൈക്കോടതികളിൽ നിന്നുള്ള അപ്പീലാണ് സുപ്രീം കോടതിയിൽ എത്തുക. ഓക്കെ. ഇന്ത്യയിൽ 25 ഹൈക്കോടതികളുടെ കാര്യം നിങ്ങൾക്ക് അറിയാലോ. അതിൽ നിന്നുള്ള അതായത് അപ്പീൽ കേസുകളൊക്കെ സുപ്രീം കോടതിയിലേക്കാണ് എത്തുക എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കണം. ഓക്കെ. സോ അപ്പലേറ്റ് ജുറിസ്ഡിക്ഷൻ ആണ് നമ്മൾ പഠിച്ചത്. രണ്ടാമത്തത്. മൂന്നാമത്തത് ഉപദേശക അധികാരം അല്ലെ? അതായത് രാഷ്ട്രപതിക്ക് നിയമോപദേശം നൽകൽ, അതാണ് ഞാൻ പറഞ്ഞത്. അഡ്വൈസറി ജുറിസ്ഡിക്ഷൻ എന്ന് പറയും. അതായത് പ്രസിഡന്റ് സുപ്രീം കോടതിയോട് ചോദിക്കുകയാണ് എന്തെങ്കിലും കാര്യങ്ങൾ ലീഗലി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് കോടതി അല്ലെങ്കിൽ ജഡ്ജിമാർ അത് ക്ലിയർ ചെയ്ത് കൊടുക്കണം. ഓക്കെ. ആ കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. പിന്നെന്താ റിട്ട് ജുറിസ്ഡിക്ഷൻ ഉണ്ട്. ഫണ്ടമെന്റൽ റൈറ്റ്സ് അല്ലെങ്കിൽ മൗലിക അവകാശങ്ങളുടെ വയലേഷൻ അല്ലെങ്കിൽ എന്താ അതിന്റെ ലംഘനവുമായി ബന്ധപ്പെട്ടാണ് റിട്ട് ജുറിസ്ഡിക്ഷൻ ഉപയോഗിക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക അല്ലെ? ഹേബിയസ് കോർപ്പസ്, സെർഷ്യോററി, കോവാറണ്ടോ അല്ലെ? അങ്ങനത്തെ ഒരുപാട് റിട്ടുകളുണ്ട്. ആ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം. സോ റിട്ട് അധികാരം എന്ന് നമ്മൾ ഇതിനെ പറയും. ഇനി ലാസ്റ്റ് നമ്മൾ പറയുന്നത് പുനരവലോകന അധികാരം അല്ലെങ്കിൽ ജുഡീഷ്യൽ റിവ്യൂ എന്നുള്ളതാണ്. എന്താണ് പുനരവലോകന അധികാരം അല്ലെങ്കിൽ ജുഡീഷ്യൽ റിവ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മളെ പാർലമെന്റോ നിയമസഭകളോ അല്ലെങ്കിൽ ഗവൺമെന്റുകളോ നമ്മളെ ഭരണഘടനയ്ക്ക് എതിരായിട്ട് എന്തെങ്കിലും ബില്ലോ ഒക്കെ കൊണ്ടുവന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ കോടതിക്ക് ഇത് കോൺസ്റ്റിറ്റ്യൂഷൻ അഗെയിൻസ്റ്റ് ആണെന്ന് തോന്നിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നള്ളിഫൈ ചെയ്യാനുള്ള അധികാരം അല്ലെങ്കിൽ റദ്ദ് ചെയ്യാനുള്ള അധികാരം കോടതികൾക്ക് ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ഇതിനെയാണ് നമ്മൾ എന്താണ് ജുഡീഷ്യൽ റിവ്യൂ അല്ലെങ്കിൽ എന്താ പുനരവലോകന അധികാരം എന്ന് പറയുന്നത്. സോ ഈ 5 കാര്യങ്ങളുണ്ട് നമ്മൾ സുപ്രീം കോടതിയുടെ അധികാരത്തിൽ അല്ലെങ്കിൽ പവേഴ്സ് ഓഫ് സുപ്രീം കോടതിയിൽ പഠിച്ചിട്ടുള്ളത്. ഇത് അടിപൊളിയായിട്ട് പഠിക്കുക. കൂടുതൽ ചോദ്യങ്ങളൊക്കെ നമുക്ക് എന്താ മാരത്തോൺ ലൈവിൽ കാണാം. ഓക്കെ. സോ എല്ലാവരും നമുക്ക് കാണാം. ബൈ.